എന്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടണം. ഞാൻ മരിച്ചിട്ട് അവൻ മരിച്ചാ മതി. അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യം. ഞാനിങ്ങനെ ജീവിക്കാനായി ഈ വികലാംഗിയായി. ഞാന് എല്ലാ ഭാഗങ്ങളും കൊണ്ടും ഞാൻ വലിയ രോഗിയാണ്. ഒന്നിനും കഴിവില്ല, ആവതില്ല, ശേഷിയില്ല. എനിക്ക് എന്റെ മകനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവനുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിച്ചിട്ട് അവൻ മരിച്ചാൽ മതി. അവന് ജീവൻ കൊടുക്കണം. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിച്ചു തന്ന. അസ്സലാമു അലൈക്കും. 20 വർഷത്തിൻ്റെ മേലേക്ക് ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസി ലോകത്ത് നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ കിട്ടിയൊരു സമ്മാനമാണ് കിഡ്നി രോഗം. കഴിഞ്ഞ വർഷം ജനുവരി 1 ഇവിടെ എത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ കിഡ്നി മാറ്റി ചെല്ലാണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ഏതാണ്ട് നിർത്തേണ്ട വക്കത്തെത്തിയിരിക്കണേ. ഇനി ഡയാലിസിസ് നടക്കില്ല, മാറ്റി വെച്ചല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്നത്. ജനിച്ച നാൾ മുതൽ വൈകല്യം ബാധിച്ച ഒരു ഉമ്മ ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ മകന്റെ കിഡ്നി മാറ്റിവെക്കാൻ പണമില്ലാതെ നമ്മുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് കൈനീട്ടിയത്. 20 വർഷം പ്രവാസിയായിരുന്ന നവാസ് എന്ന് പറയുന്ന സഹോദരൻ ആ വൈകല്യം ബാധിച്ച ഉമ്മയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും ഏക പ്രതീക്ഷയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നോക്കി നടന്ന ഒരു മകനാണ്. ഇന്ന് കിഡ്നി രോഗം ബാധിച്ച് ഈ ഒരു അവസ്ഥയിൽ ഈ മകൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മകൻ എന്തെങ്കിലും ഒന്നായാൽ മതി എന്ന് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രവാസിയായിട്ടുള്ള നവാസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ, കിഡ്നി മാറ്റിവെക്കാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. പട്ടാമ്പി താലൂക്കില് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ തിരുമറ്റക്കോട് പ്രദേശത്ത് താമസിക്കുന്ന MJ നവാസ് ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഒരു വീഡിയോയുമായി വരുന്നത്. ഞങ്ങളുടെ നാട്ടില് അദ്ദേഹം ചെറുപ്പം മുതലേ ഞങ്ങളോട് കൂടെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് കുടുംബം, പിതാവ് വളരെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഉമ്മയാണെങ്കിൽ ജന്മന വിഭിന്നശേഷിക്കാരിയാണ്, വീൽ ചെയറിലാണുള്ളത്. ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന്റെ കാര്യത്തിലേക്ക് ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ 15 ലക്ഷം രൂപയോളം പിരിച്ചു കഴിഞ്ഞു. ഇനി ഈ നാട്ടിൽ നിന്ന് ഒരു കൂടുതൽ തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി ഇനിയും 15 ലക്ഷം രൂപയുടെ ആവശ്യമായി വന്നിരിക്കുന്നു. ഉദാരമതികളായ നാട്ടുകാർ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നവാസിനെ സഹായിക്കണമെന്ന്, ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട പ്രവാസിയായിട്ടുള്ള നമ്മുടെ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. MJ നവാസ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം.